നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 28ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ രാവണൻ കുംഭകർണനെ വിളിച്ചുണർത്തിയിട്ട് രാമനോട് എതിരിടുന്ന കാര്യങ്ങൾ, ശത്രുക്കൾ അല്ലെങ്കിൽ രാമൻ തൻ്റെ സൈന്യത്തിലുള്ള ഭീകരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വധിച്ച കാര്യമൊക്കെ കുംഭകർണനോട് പറഞ്ഞു. അപ്പോൾ കുംഭകർണൻ രാവണനോട് ചില തത്വങ്ങളൊക്കെ ഉപദേശിച്ചു. രാമനുമായിട്ട് ഐക്യപ്പെടുന്നതാണ് നല്ലത് എന്ന നിലയിൽ. എന്താണെങ്കിലും ഇനി എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. കുംഭകർണവധം. കുംഭകർണൻ്റെ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനോപദേശം തരാനല്ല നിന്നെ ഉണർത്തി വരുത്തിയത്. യഥാസുഖം പോയി ഉറങ്ങിക്കൊള്ളൂ. നീ മഹാബുദ്ധിമാനാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കി. ഈ ദുഃഖമെല്ലാം അകന്ന് സുഖിച്ചു വാഴുന്ന കാലം നിന്റെ വേദശാസ്ത്രങ്ങളെല്ലാം ഞാൻ കേട്ടുകൊള്ളാം. നിനക്കാകുമെങ്കിൽ പോയി യുദ്ധം ചെയ്ത് ശ്രീരാമൻ തുടങ്ങിയവരെ വധിച്ചിട്ട് വരിക. ജ്യേഷ്ഠൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് ഉഗ്രവാനായ കുംഭകർണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. രാമബാണങ്ങളേറ്റ് മരിക്കുകയാണെങ്കിൽ മോക്ഷം ലഭിക്കും എന്ന ചിന്തയോടെ കോട്ട കടന്ന് 1000 ഭാരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ തൻ്റെ ശൂലവും എടുത്ത് അലറി വിളിച്ചുകൊണ്ട് കുംഭകർണൻ വാനര സൈന്യത്തിലേക്ക് കടന്നു. അന്നേരം വാനരന്മാരെല്ലാം ഭയന്നോടി. കുംഭകർണനെ കണ്ട് ശ്രീരാമൻ വിഭീഷണനോട് ചോദിച്ചു, ആകാശത്തോളം ഉയരമുള്ള ഈ രാക്ഷസൻ ആരാണെന്ന് പറയൂ. ശ്രീരാമൻ്റെ ചോദ്യത്തിന് ഉത്തരമായി വിഭീഷണൻ പറഞ്ഞു, രാവണ സോദരനും എൻ്റെ ജ്യേഷ്ഠനുമായ കുംഭകർണനാണ് അദ്ദേഹം. ദേവകുലാന്തകനും നിദ്രോപാസകനുമായ ഇവനോട് ജയിക്കാൻ ആരും തന്നെയില്ല. ഇപ്രകാരം ശ്രീരാമനോട് പറഞ്ഞ ശേഷം കുംഭകർണൻ്റെ പാദങ്ങളിൽ വീണ് വിഭീഷണൻ നമസ്കരിച്ചു. ഞാൻ അങ്ങയുടെ അനുജനും ഭക്തനുമായ വിഭീഷണനാണ്. അങ്ങ് സന്തോഷപൂർവ്വം എന്നെ അനുഗ്രഹിക്കണം. സീതാദേവിയെ ശ്രീരാമന് തിരിച്ചു നൽകണമെന്ന് ഞാൻ രാവണനോട് വേണ്ടുവോളം അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം വാളുമെടുത്ത് എന്നെ വധിക്കുവാനായി അടുത്തു വരുന്നത് കണ്ട് ഭയന്ന ഞാൻ 4 മന്ത്രിമാരോടൊപ്പം ശ്രീരാമദേവനെ അഭയം പ്രാപിച്ചു. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ കുംഭകർണൻ അനുജനെ പുണർന്ന് ദേഹത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, ഭവാൻ ധന്യനാണ്, സംശയമില്ല. നീ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. രാമപാദങ്ങളെ നീ സേവിച്ചുകൊള്ളൂ. നിർമ്മലനും ഭഗവതോത്തമനും ആയ നീ നമ്മുടെ വംശത്തെ രക്ഷിക്കണം. നാരായണ പ്രിയനാണ് നീയെന്ന് നാരദ മഹർഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചം മായാമയമാണ്. നീ രാമചന്ദ്രൻ്റെ സമീപത്തേക്ക് പോയിക്കൊള്ളൂ. ഇത് കേട്ട് വിഭീഷണൻ ജ്യേഷ്ഠനെ അഭിവാദ്യം ചെയ്ത് ദുഃഖത്തോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് മടങ്ങിപ്പോന്നു. ശ്രീരാമൻ്റെ അരികിലെത്തി വിഭീഷണൻ ചിന്താവിവശനായി നിൽക്കുന്ന അവസരത്തിൽ കുംഭകർണൻ തൻ്റെ കൈകാലുകൾ കൊണ്ട് വാനരന്മാരെ കൊന്നൊടുക്കി തുടങ്ങി. വാനരന്മാർ ഭയന്ന് നാനാ ദിക്കിലേക്കും ഓടിത്തുടങ്ങി. മതയാനയെപ്പോലെ കുംഭകർണൻ അരനിമിഷം കൊണ്ട് 100,000 വാനരന്മാരെ കൊന്നൊടുക്കി. ഇതുകണ്ട സുഗ്രീവൻ ഒരു മലയെടുത്ത് കുംഭകർണന് നേർക്കെറിഞ്ഞു. ആ മലയെ മാറുകൊണ്ട് തടുത്തിട്ട് കുംഭകർണൻ തൻ്റെ ശൂലമെടുത്ത് സുഗ്രീവനെ കുത്തി. കുത്തേറ്റ് സുഗ്രീവൻ മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോൾ സുഗ്രീവനെയും എടുത്തുകൊണ്ട് കുംഭകർണൻ സന്തോഷത്തോടെ ലങ്കാപുരത്തിലേക്ക് നടന്നു. യുദ്ധത്തിൽ ജയിച്ച് സുഗ്രീവനെയും കൊണ്ട് രാക്ഷസൻ വരുന്നത് കണ്ട് രാക്ഷസികൾ മാളികയുടെ മുകളിൽ നിന്നും പനിനീരിൽ മുക്കിയ മാല്യങ്ങളും ചന്ദനങ്ങളും തൂകി. പനിനീരിൻ്റെ ഗന്ധമേറ്റ് ബോധം തിരിച്ചു കിട്ടിയ സുഗ്രീവൻ അതിയായ കോപത്തോടെ തൻ്റെ പല്ലും നഖവും ഉപയോഗിച്ച് കുംഭകർണൻ്റെ മൂക്കും ചെവികളും കീറിമുറിച്ചിട്ട് അന്തരീക്ഷത്തിലൂടെ അതിവേഗം പാഞ്ഞ് തിരിച്ചുപോന്നു. ക്രോധത്തോടും അഭിമാനക്ഷതത്തോടും ഭീതിയോടും രക്താഭിഷിക്തനായി വീണ്ടും വരുന്ന കുംഭകർണനെ കണ്ട് ലക്ഷ്മണൻ യുദ്ധസന്നദ്ധനായി മുന്നോട്ട് വന്നു. പർവ്വതത്തിന് മുകളിൽ മഴ പെയ്യുന്നത് പോലെ കുംഭകർണൻ്റെ ശരീരത്തിലേക്ക് ലക്ഷ്മണൻ ശരവർഷം തൂകി. കുംഭകർണനാകട്ടെ 100,000 വാനരന്മാരെ വായ്ക്കുള്ളിലാക്കി അടച്ചു. ഉടൻ തന്നെ അവരെല്ലാം ചെവിയുടെയും മൂക്കിൻ്റെയും ദ്വാരത്തിലൂടെ പുറത്തു വന്നു. പിന്നെയും കുംഭകർണൻ അതുതന്നെ തുടർന്നു. അതിനുശേഷം കുംഭകർണൻ മനഃപൂർവ്വം ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് രാഘവനോടടുത്തു. ഇതുകണ്ട് ശ്രീരാമൻ കുംഭകർണന് മേൽ ശരവർഷം തൂകി. അവൻ്റെ വലതുകരവും ശൂലവും രാഘവൻ ഒരു ബാണം കൊണ്ട് മുറിച്ചു. യുദ്ധഭൂമിയിൽ വീണ കുംഭകർണൻ്റെ വലതുകരത്തിനടിയിൽപ്പെട്ട് ധാരാളം വാനരന്മാരും
രാക്ഷസന്മാരും മരിച്ചു. തുടർന്ന് ഇടതുകൈയിൽ ഒരു മരവും എടുത്തുകൊണ്ട് കുംഭകർണൻ രാമനോടടുത്തു. ശ്രീരാമൻ അവൻ്റെ ആ കൈയും ഇന്ദ്രാസ്ത്രത്താൽ മുറിച്ചു തള്ളി. അത് വീണും അനേകം രാക്ഷസന്മാർ മരിച്ചു. ആ നക്തഞ്ചരാധിപൻ പിന്നെയും അതിയായ കോപത്തോടെ അലറിയെടുത്തു. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അർദ്ധചന്ദ്രാകൃതിയുള്ള തൻ്റെ 2 അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ മുറിച്ചു. എന്നിട്ടും കുംഭകർണൻ വായും പിളർന്ന് വിഴുങ്ങാനായി ചാടി വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമൻ അവൻ്റെ വായ് നിറയെ അസ്ത്രങ്ങൾ എയ്തു കൊള്ളിച്ചിട്ട് ഇന്ദ്രാസ്ത്രത്താൽ അവൻ്റെ ശിരസ് ഖണ്ഡിച്ചു. അതുകൊണ്ട് ഇന്ദ്രന് സന്തോഷമായി. കുംഭകർണൻ്റെ ശിരസ് പുരദ്വാരിയിലും ശരീരം സമുദ്രത്തിലും ചെന്നു വീണു. സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, യക്ഷന്മാർ, പക്ഷികൾ, അപ്സരസ്സുകൾ, ചാരണന്മാർ, താപസന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, ദേവന്മാർ തുടങ്ങി എല്ലാവരും ചിൽ പുരുഷനായ ശ്രീരാമചന്ദ്രനെ പുഷ്പവർഷം ചെയ്ത് ഭക്തിപൂർവം സ്തുതിച്ചു. നാരദസ്തുതി. ദേവമുനീശ്വരനായ നാരദൻ ആ സമയം ശ്രീരാമചന്ദ്രനെ സേവിക്കാനായി ഭൂമിയിലേക്ക് വന്നു. ദശരഥപുത്രനും കാരുണ്യസാഗരവും ചാണബാണങ്ങൾ ധരിച്ചവനും സുന്ദരനും സദാശിവനും ലോകനാഥനുമായ ശ്രീരാമചന്ദ്രനെ നാരദൻ സ്തുതിക്കാൻ തുടങ്ങി. സീതാപദേ പുരുഷോത്തമ, ജഗത്പദേ ദേവദേവേശ, പരമാത്മാവേ അങ്ങേക്ക് നമസ്കാരം. മായയാൽ മനുഷ്യരൂപം ധരിച്ച് സുഖദുഃഖാദികൾ നിത്യവും അനുഭവിച്ച് ജ്ഞാനസ്വരൂപനായി, സത്യസ്വരൂപനായി, ജീവസ്വരൂപനായി, സർവലോകേശനായി, സത്വപ്രധാന ഗുണപ്രിയനായി, വ്യക്തനായി, അവ്യക്തനായി, നിഷ്കളങ്കനായി, നിരാകാരനായി, നിർഗുണനായി, ശിവനായി, നിരീഹനായി, കണ്ണടച്ചു തുറക്കുന്ന വേളയിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തി പല അവതാരങ്ങളിൽ അധർമ്മത്തെ ശിക്ഷിച്ച് ധർമ്മത്തെ പരിപാലിച്ച ഭക്തപ്രിയനായ പരമാത്മനെ അങ്ങേക്ക് നമസ്കാരം. താപസശ്രേഷ്ഠന്മാർ ഏതൊരാത്മാവിനെയാണോ എപ്പോഴും കാണുന്നത് ആ ചിൽ സ്വരൂപത്തെ ഞാൻ നിത്യവും നമിക്കുന്നു. നിർവികാരനും ജ്ഞാനസ്വരൂപനും സർവലോകാധാരനുമായ അങ്ങയെ ഞാൻ നമിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലാതെ അങ്ങയെ അറിയാൻ കഴിയുകയില്ല. അങ്ങയുടെ പാദപത്മങ്ങൾ സേവിക്കുന്നതിന് എനിക്കിപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നു. പ്രഭു, അങ്ങയുടെ കൃപാകടാക്ഷം എന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ മായയാൽ കാമക്രോധ മോഹലോഭാദികളിൽ നിന്ന് മോചനം നേടാൻ ശക്തിയില്ല. അങ്ങയുടെ കഥകളും ശ്രവിച്ച് മനസ്സിൽ അങ്ങയെ ധ്യാനിച്ച് പൂജയും ചെയ്ത് അങ്ങയുടെ നാമങ്ങളും ജപിച്ച് ഈ പ്രപഞ്ചമാകെ നിന്റെ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര, രഘുകുല നായക, രമാപദേ, അങ്ങ് കുംഭകർണനെ വധിക്കയാൽ ഭൂമിയുടെ ഭാരം പകുതി കുറഞ്ഞിരിക്കുന്നു. അനന്തനായ ലക്ഷ്മണൻ നാളെ ഇന്ദ്രജിത്തിനെ വധിക്കും. പിന്നെ മറ്റന്നാൾ അങ്ങ് രാവണനെ വധിച്ച് ത്രിലോകങ്ങളെ രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. മാനവവീര, അങ്ങ് ജയിച്ചാലും. ഇപ്രകാരം ശ്രീരാമനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് ഭക്തനായ നാരദൻ രാമനോട് അനുവാദവും വാങ്ങി വിടകൊണ്ടു. അതികായ വധം. കുംഭകർണന്റെ മരണവൃത്താന്തം കേട്ട് രാവണൻ മോഹാലസ്യപ്പെട്ടു വീണു. അല്പനേരം കഴിഞ്ഞ് മോഹാലസ്യത്തിൽ നിന്നുണർന്ന രാവണൻ ഓരോന്ന് പറഞ്ഞു വിലപിക്കാൻ തുടങ്ങി. ഈ വിധം ദുഃഖിതനായ രാവണന്റെ മുന്നിൽ ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നീ 8 ശക്തിമാന്മാരായ രാക്ഷസവീരന്മാർ പോരിന് തയ്യാറായി വന്ന് തൊഴുതു പറഞ്ഞു. അങ്ങ് ദുഃഖിക്കുന്നത് എന്തിന്? ഞങ്ങൾ ചെന്ന് ശത്രുക്കളെയെല്ലാം കൊന്നിട്ട് വരാമല്ലോ. ഞങ്ങളെ യുദ്ധത്തിനായി അയക്കുകയാണെങ്കിൽ പിന്നെ ശത്രുക്കളെ കൊണ്ട് ഒരു പീഡയും ഉണ്ടാവുകയില്ല. അത് കേട്ട് രാവണൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്ത് നമ്മുടെ സങ്കടം തീർക്കൂ. നമ്മുടെ വിപുലമായ സൈന്യത്തെ കൂടി നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. ഇപ്രകാരം പറഞ്ഞ ശേഷം ആയുധങ്ങളും വാഹനങ്ങളും രാവണൻ അവർക്ക് ആവോളം നൽകി. 8 രാക്ഷസ വീരന്മാരോടൊപ്പം വെള്ളം പോലെ പരന്ന പെരുമ്പട യുദ്ധത്തിനായി വരുന്നത് കണ്ട് വാനരന്മാർ ശക്തിയോടെ അടുത്തു. വൻ പടയിലെ പലരെയും വാനരന്മാർ കാലപുരിക്കയച്ചു.
കല്ലും മരങ്ങളും മലയും എടുത്തുകൊണ്ട് ചെല്ലുന്ന വാനരന്മാരോട് രാക്ഷസന്മാർ ഏറ്റുമുട്ടി. ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ച് അവരെ കൊന്നൊടുക്കി. ആന, കുതിര, തേര തുടങ്ങിയ പടയും രാക്ഷസന്മാരും മരിച്ചു വീണപ്പോൾ അവിടെ ചോരപ്പുഴ ഒഴുകി. ശിരസ്സു വേർപ്പെട്ട ശരീരങ്ങൾ അവിടെ മുഴുവൻ നിറഞ്ഞു കിടന്നു. രാക്ഷസന്മാരെല്ലാം മരിക്കുന്നത് കണ്ട് വർദ്ധിച്ച കോപത്തോടെ കുന്തവുമെടുത്ത് കുതിരപ്പുറത്ത് കയറി കാലനെ പോലെ വേഗത്തിലടുത്ത നരാന്തകൻ അംഗദന്റെ മുഷ്ടിപ്രഹരമേറ്റ് കാലപുരിക്കുപോയി. അത് കണ്ട് വേദാന്തകൻ പരീക്ഷവുമായി വന്ന് അംഗദനോട് ഏറ്റുമുട്ടി. ആനപ്പുറത്തേറി മഹോദരനും തേരിലേറി ശിരസ്സും അവിടെ വന്നു. 3 പേരോടും അംഗദൻ പോരാടി. അംഗദന്റെ പോരാട്ടം കണ്ട ദേവാദികളെല്ലാം അവനെ പുകഴ്ത്തി. ഇതെല്ലാം കണ്ടുനിന്ന ഹനുമാനും നീലനും അംഗദന്റെ സഹായത്തിനായി ഓടിയെത്തി. ഹനുമാൻ ദേവാന്തകനെയും നീലൻ മഹോദരനെയും വധിച്ചു. ശൂരനായ ത്രിശിരസിന്റെ തലകളെ ഹനുമാൻ വെട്ടിക്കളഞ്ഞു. അന്നേരം പൊരുതുന്നതിനായി വന്ന മഹാപാർശ്വനെ മഹാബലവാനായ ഋഷഭൻ വധിച്ചു. വാനരന്മാരോട് ഏറ്റുമുട്ടി മത്തനും ഉന്മത്തനും മരിച്ചു വീണു. അന്നേരം 1000 കുതിരകളെ പൂട്ടിയ തേരിൽ അസ്ത്രങ്ങളും മറ്റായുധങ്ങളും നിറച്ച് വില്ലും ധരിച്ച് അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ നിപുണനും വിശ്വൈക വീര്യനും രാവണപുത്രനുമായ അതികായൻ ഒരു ചെറു ഞാണൂല് മുഴക്കിക്കൊണ്ട് വന്നെടുത്തു. അതികായന്റെ വരവ് കണ്ട് വാനരന്മാർ ഭയന്ന് വാലും പൊക്ക് ഓടിത്തുടങ്ങി. സമർത്ഥനായ അതികായനോട് ലക്ഷ്മണൻ എതിരിട്ടു. ലക്ഷ്മണൻ അയച്ച ബാണങ്ങളെല്ലാം അതികായൻ അടുത്തെത്തി പിന്തിരിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒന്നും ചെയ്യാനാവാതെ വിഷണ്ണനും ചിന്താകുലനുമായി നിന്ന ലക്ഷ്മണനോട് വായുഭഗവാൻ മനുഷ്യരൂപം ധരിച്ചു വന്ന് പറഞ്ഞു, പണ്ട് ബ്രഹ്മാവ് നൽകിയ ഒരു മാർച്ചട്ട ഉള്ളതുകൊണ്ട് ആയുധമൊന്നും ഇവന് ഏൽക്കുകയില്ല. അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഇവനെ നീ വധിക്കുക. പിന്നീട് നിന്നാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെടും. ഉന്നതരായ രാവണനെ ശ്രീരാമൻ വധിച്ച് ത്രിലോകങ്ങളെ പരിപാലിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് വായുഭഗവാൻ അപ്രത്യക്ഷനായി. ലക്ഷ്മണൻ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് അതികായന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അവൻ്റെ കണ്ഠം മുറിച്ചു മാറ്റി. വാനരന്മാർ ഭൂമിയിൽ വീണ അതികായന്റെ ശിരസ് എടുത്തുകൊണ്ട് സന്തോഷപൂർവ്വം ശ്രീരാമന്റെ പാദങ്ങളിൽ തൊഴുതു നിന്നപ്പോൾ ശേഷിച്ച രാക്ഷസന്മാർ ദുഃഖിതരായിത്തീർന്നു. ഇന്ദ്രജിത്തിന്റെ വിജയം. ശേഷിച്ച രാക്ഷസന്മാർ ദുഃഖത്തോടെ രാവണനോട് എല്ലാ വൃത്താന്തങ്ങളും അറിയിച്ചു. രാവണൻ ഇത് വിധിയാണ് എന്ന് അലറിക്കൊണ്ട് വിലപിക്കാൻ തുടങ്ങി. മക്കളും അനുജന്മാരും മരുമക്കളും വീരന്മാരായ പടനായകന്മാരും മന്ത്രികളും മരിച്ചിരിക്കുന്നു. ശിവശങ്കര, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? രാവണൻ ഇപ്രകാരം വിലപിച്ച നേരത്ത് ഇന്ദ്രജിത്ത് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് മനോദുഃഖമൊന്നും ഉണ്ടാകരുത്. ഞാൻ ശത്രുക്കളെ എല്ലാം വധിച്ചിട്ട് ഉടനെ വരുന്നുണ്ട്. അങ്ങ് ദുഃഖിക്കാതെ ചിന്തകളെല്ലാം വെടിഞ്ഞ് സ്വസ്ഥനായി ഇവിടെ വാഴുക. യുദ്ധത്തിൽ ജയിച്ചു വരാൻ അങ്ങെന്നെ അനുഗ്രഹിച്ചാലും. ഇത് കേട്ട് രാവണൻ തൻ്റെ പുത്രനെ ആശ്ലേഷിച്ച്, നീ സുഖമായി ജയിച്ചു വരൂ എന്ന് പറഞ്ഞു. ഇന്ദ്രജിത്ത് രാവണനെ വണങ്ങിയ ശേഷം പടയോടൊപ്പം പുറപ്പെട്ടു. നേരെ നിഗംഭുലയിലെത്തിയ ഇന്ദ്രജിത്ത് ശിവന്റെ പ്രീതി നേടുന്നതിനായി പൂജാദ്രവ്യങ്ങളെല്ലാം എടുത്ത ധ്യാനനിഷ്ഠയോടുകൂടി ഹോമം ആരംഭിച്ചു. ചുമന്ന മാല, ചുവന്ന വസ്ത്രം എന്നിവ ധരിച്ച് രക്തചന്ദനം പൂശി ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി അഗ്നി ജ്വലിപ്പിച്ച് ഹോമം നടത്തി. തനിക്ക് ശക്തി വർദ്ധിക്കാനായി വ്യക്തമായ മന്ത്രങ്ങളോടുകൂടി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്നു ശസ്ത്രാസ്ത്രങ്ങൾ, വില്ല്, രഥം എന്നിവയോടൊപ്പം ഇഷ്ടാനുസരണം മറിഞ്ഞിരിക്കാനുള്ള വിദ്യയും നേടി. ഹോമവും അവസാനിപ്പിച്ച് രാമാദികളോട് യുദ്ധം ചെയ്യുന്നതിനായി പോർക്കളത്തിൽ കടന്നു. അന്നേരം വാനരന്മാർ രാക്ഷസന്മാരെ തടുത്തുകൊണ്ട് ആർത്തടുത്തു. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനന്ദൻ വാനരന്മാരുടെ മേൽ ശരങ്ങൾ പ്രയോഗിച്ചു. പർവ്വതം, വൃക്ഷം തുടങ്ങിയവ കൊണ്ട് വാനരന്മാരും രാക്ഷസന്മാരെ പ്രഹരിച്ചു തുടങ്ങി. ആനകൾ, കുതിരകൾ, കാലാൾപ്പട തുടങ്ങിയവയെല്ലാം മരിക്കുന്നത് കണ്ട ഇന്ദ്രജിത്ത് ദുഃഖത്തോടെ
മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രങ്ങളേറ്റ വാനരവീരന്മാർ കാട്ടുതീയിൽപ്പെട്ട് മരങ്ങൾ കരിഞ്ഞു മറിഞ്ഞു വീഴുന്നത് പോലെ വീഴാൻ തുടങ്ങി. വമ്പന്മാരായ വാനരന്മാർ അസംഖ്യം അമ്പുകൾ വന്ന് തറച്ച് മോഹാലസ്യപ്പെട്ടു വീണു. ദ്വിവിധന് 50 ബാണങ്ങളേറ്റു. മൈന്ദന് 9, ഗജനുമേൽ 5, നളനും ഗന്ധമാദനും 90, നീലന് 18 ബാണങ്ങൾ ഏറ്റു. ജാമ്പവാന്റെ ശരീരത്തിൽ 40 ബാണങ്ങൾ വന്നു തറച്ചു. പനസന് 6, വിനുതന് 7, സുഷേണന് 12, കുമുദന് 8 ബാണങ്ങൾ ഏറ്റു. 30 ബാണങ്ങൾ ഋഷഭനും 56 ബാണങ്ങൾ കേസരിക്കും 10 ബാണങ്ങൾ ശക്തബലിക്കും 9 ബാണങ്ങൾ ധൂമ്രനും 18 ബാണങ്ങൾ പ്രമാധിക്കും ഏറ്റു. ശക്തിമാനായ വേഗദർശിയുടെ മേൽ 35, ദധിമുഖനുമേൽ 40 അസ്ത്രങ്ങൾ തറച്ചു. ഗവാക്ഷന് 42, ഗവയന് 3, ശരഭന് 5, സുമുഖന് 7, ദുർമുഖന് 24, താരന് 65, ജ്യോതിർമുഖന് 60, അഗ്നിദേവന് 80, അംഗദന് 75, സുഗ്രീവന് 100 ശരങ്ങൾ ഏറ്റു. ഇപ്രകാരം 67 കോടി വാനര നായകന്മാരും ഭൂമിയിൽ വീണു. ഇതുകണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് ദേവന്മാർ മറഞ്ഞു നിന്നു. അന്നേരം മഹാവീര്യവാനും വ്രതനിഷ്ഠയുള്ളവനുമായ ഇന്ദ്രജിത്ത് കോപത്താൽ രാമലക്ഷ്മണന്മാരെ അമ്പെയ്ത് വീഴ്ത്തി. ഇതു കണ്ട് ലോകം ദുഃഖത്തോടെ നിശ്ചലമായി. രാക്ഷസ രാജാവിൻ്റെ ജയം അറിയിച്ചുകൊണ്ട് ശംഖനാദം മുഴക്കിയ ശേഷം ഇന്ദ്രജിത്ത് ലങ്കയിലേക്ക് പോയി. ദേവസമൂഹം നിരാശരായി ചേർന്നു. ഔഷധാഹരണ യാത്ര. ഭാഗവതോത്തമനും ഭക്തപാരായണനും കൈസീപുത്രനുമായ വിഭീഷണൻ ആപത്ത് വരുമ്പോൾ സഹായിക്കാമെന്ന് കരുതി യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ആ സമയം ഹനുമാൻ തീക്കൊള്ളിയും മിന്നിച്ച് ആരെങ്കിലും ജീവനോടെയുണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു. തനിക്ക് ഇനി സഹായത്തിനായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് വാനരന്മാരുടെ ഇടയിലൂടെ ഏകാഗിയായി നടക്കുന്ന വേളയിൽ ഹനുമാൻ രാമഭക്തനായ വിഭീഷണനെ കണ്ടു. പരസ്പരം തിരിച്ചറിഞ്ഞ അവർ ദുഃഖത്തോടെ വീണ്ടും തെരച്ചിൽ തുടർന്നു. പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബോധം തെളിഞ്ഞ് കണ്ണു തുറക്കാൻ കഴിയാതിരിക്കുന്ന ബ്രഹ്മപുത്രനായ ജാമ്പവാന്റെ അടുത്തു വന്ന് വിഭീഷണൻ ചോദിച്ചു, വാനരശ്രേഷ്ഠ, നിനക്ക് ജീവനുണ്ടോ? നിനക്ക് എന്നെ മനസ്സിലായോ? വിഭീഷണന്റെ ചോദ്യം കേട്ട് ജാമ്പവാൻ പറഞ്ഞു, രക്തം കൊണ്ട് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. നിന്റെ ശബ്ദം കേട്ടിട്ട് രാക്ഷസരാജനായ വിഭീഷണൻ ആണെന്ന് തോന്നുന്നു. നീ സത്യാവസ്ഥ പറയൂ. സത്യമാണ്, ഞാൻ വിഭീഷണൻ തന്നെയാണ്, വിഭീഷണൻ അറിയിച്ചു. ജാമ്പവാൻ വിഭീഷണനോട് ചോദിച്ചു, അങ്ങേക്ക് ബോധമുണ്ടല്ലോ, മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് വീണവരിൽ നമ്മുടെ ഹനുമാൻ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണം. വിഭീഷണൻ ജാമ്പവാനോട് ചോദിച്ചു, ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, അംഗദൻ തുടങ്ങി എത്രയോ പേർ ഉണ്ടായിട്ടും അങ്ങ് ഹനുമാനെ മാത്രം അന്വേഷിക്കാൻ കാരണമെന്ന്? ഹനുമാനോട് ഇത്രയേറെ വാത്സല്യമുണ്ടാകാൻ എന്താണ് കാരണം? എന്നാൽ നീ കേട്ടുകൊള്ളൂ, ഹനുമാൻ ഉണ്ടെങ്കിൽ മറ്റാർക്കും ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. ഹനുമാൻ ഇല്ലെങ്കിൽ മറ്റാരുമില്ല. എല്ലാവരും മരിച്ചതിന് തുല്യമാണ്, ജാമ്പവാൻ വിഭീഷണനെ അറിയിച്ചു. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ബഹുമാനത്തോടെ, ഞാനിതാ ഇവിടെയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് സന്തോഷത്തോടെ നമസ്കരിച്ചു. ജാമ്പവാൻ ഹനുമാനെ ഗാഢമായി ആശ്ലേഷിച്ച് തലയിൽ മുകർന്നുകൊണ്ട് പറഞ്ഞു, മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റു മരിച്ച രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ജീവിപ്പിക്കുവാൻ നീയല്ലാതെ മറ്റാരും തന്നെയില്ല. നീ ഹിമാലയവും കടന്ന് കൈലാസ പർവ്വതത്തിനടുത്തുള്ള ഋഷഭാദ്രിയിൽ പോകണം. അവിടെ 4 ദിവ്യ ഔഷധങ്ങളുണ്ട്. അവയുടെ പേരുകൾ നീ കേട്ടുകൊള്ളൂ. മുന്നിൽ നിൽക്കുന്നത് വിശല്യകരണിയും, രണ്ടാമത് നിൽക്കുന്നത് സന്ധാനകരണിയുമാണ്, മൂന്നാമത് നിൽക്കുന്നതാണ് സുവർണകരണി, നാലാമത് നിൽക്കുന്നത് മൃതസഞ്ജീവനിയാണ്. ഉയർന്നു നിൽക്കുന്ന 2 മലകൾക്കിടയിലാണ് ഔഷധങ്ങൾ നിൽക്കുന്നത്. അവയ്ക്ക് 4നും സൂര്യനോളം ശോഭയുണ്ട്. ഇവ 4ഉം വേദസ്വരൂപങ്ങളാണ്. വായുപുത്ര,
നീ വൈകാതെ സമുദ്രവും വനങ്ങളും പർവ്വതങ്ങളും നദികളും രാജ്യങ്ങളും കടന്ന് ഔഷധങ്ങൾ കൊണ്ടുവരിക. ജാംബവാന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ഭക്തിപൂർവ്വം അദ്ദേഹത്തെ വന്ദിച്ചിട്ട് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. മേരു പർവ്വതത്തോളം വലുതായ ഹനുമാൻ സമുദ്രവും പർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശക്തിയായി അലറി. വായുവേഗത്തിൽ ആകാശത്തിലേക്ക് കുതിച്ചുയർന്ന ഹനുമാൻ ഹിമാലയവും കടന്ന് ബ്രഹ്മാണ്ഡവും കൈലാസവും ധരാനദിയും അളകാപുരിയും മേരുപർവ്വതവും ഋഷഭാദ്രിയും കണ്ട് വിസ്മയത്തോടെ നോക്കി. അടുത്തത് കാലനേമിയുടെ പുറപ്പാടാണ്. നമുക്കത് നാളെ വായിക്കാം.